ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എല്ലാവിധ വിദ്യാർത്ഥി അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വാർത്തകൾക്കും അഡ്മിഷൻ പരീക്ഷാ സംബന്ധമായിട്ടുള്ള എല്ലാവിധ അറിയിപ്പുകൾക്കും ഒക്കെ ആയിട്ട് മറക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വലിയ പ്ലാറ്റ്ഫോമുകളെ പോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മൾട്ടിമീഡിയ വിഷ്വാലിറ്റി ഒന്നുമില്ല. പക്ഷെ അറിയിപ്പ് എന്ത് വന്നാലും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കും. അത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ല എങ്കിൽ പോലും പല വീഡിയോകളും, അത് ഡിഗ്രി ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റുകൾ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ കീം ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനലിൽ സന്ദർശിച്ച് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ അഭ്യർത്ഥിക്കാം. കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. +1 വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അത് ഉടൻ വരുവാനുള്ള സാധ്യത, ആ രീതിയിലാണ് ഒരു അപ്ഡേറ്റ്. ഇപ്പോഴിതാ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു ചെറിയ ക്ലിപ്പിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ +1 ഡേറ്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ജൂൺ ആദ്യ വാരത്തിനുള്ളിൽ തന്നെ വന്നിരിക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ്. അത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഏകദേശം എല്ലാ വർക്കുകളും, വാല്യുവേഷനും അതുപോലെ തന്നെ അതിൻ്റെ ടാബുലേഷനും ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും നമ്മുടെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ +1 റിസൾട്ട് വന്നു എങ്കിൽ ഇത്തവണ കുറച്ച് ലേറ്റ് ആവുമെങ്കിലും ജൂൺ ആദ്യ വാരം തന്നെ വരും. നമുക്കൊന്ന് കേൾക്കാം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണ്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് കുറഞ്ഞാൽ പോലും ഒരു അവസരവും കൂടി ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്നുണ്ട്. അത് നോക്കാം. അതിൻ്റെ അപ്ഡേറ്റുകൾ ഇത്തവണ എന്തൊക്കെ മാറ്റങ്ങളാണ്, അത് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന രീതിയിൽ, സർക്കുലർ രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതുകൂടാതെ തന്നെ +2 ആഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറവ് നികത്താനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ടിരിക്കുക.